അങ്ങനെ എലത്തൂരിലും പുക്കാട്ടും നന്ദിയിലും അടക്കമുള്ള പൊതുദർശനങ്ങൾക്ക് ശേഷം വിലാപയാത്ര ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ്, അല്ലെങ്കിൽ ഒരു മണിക്കൂറിന് മുമ്പാണ് തലശ്ശേരി ടൗൺ ഹാളിലെത്തിയത്. മുദ്രാവാക്യങ്ങളുടെയും പുഷ്പങ്ങളുടെയും ഒക്കെ സമർപ്പണം തീർത്ത് സഹപ്രവർത്തകർ, സഖാക്കൾ, ജനതതി പുഷ്പന് വിട നൽകിക്കൊണ്ടിരിക്കുകയാണ്. ടൗൺ ഹാളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി സന്തോഷം കൂടി ഈ ഘട്ടത്തിൽ ചേരുകയാണ്. സന്തോഷ്, ഇനിയും പൊതുദർശനം നീളുമോ അതോ തലശ്ശേരി ടൗൺ ഹാളിലെ പൊതുദർശനം പൂർത്തിയാക്കിയോ? എന്താണ് ഏറ്റവും പുതിയ വിവരം? അജിംഷാദ്, തലശ്ശേരി ടൗൺ ഹാളിലെ പൊതുദർശനം പൂർത്തിയാക്കി കഴിഞ്ഞു. മൃതദേഹം ഇവിടെ നിന്നും, സഖാവ് പുഷ്പന്റെ മൃതദേഹം ഇവിടെ നിന്നും ടൗൺ ഹാളിന് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. ടൗൺ ഹാളിന്റെ രണ്ട് ഭാഗത്തുമായി ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും ഈ അന്ത്യയാത്രയ്ക്ക് അഭിവാദ്യം അർപ്പിക്കുന്നതിനായി തിരിച്ചുകൂടിയിട്ടുണ്ട്. നേരത്തെ ക്യൂവിലുണ്ടായിരുന്ന മുഴുവൻ ആളുകൾക്കും സഖാവ് പുഷ്പനെ കാണാൻ കഴിഞ്ഞില്ല. സമയബന്ധിതമായി പൊതുദർശനം പൂർത്തിയാക്കേണ്ടതുകൊണ്ട് അവസാനിപ്പിക്കുകയായിരുന്നു. എന്നാൽ ക്യൂവിലുള്ള ആളുകളോട് ഇതിന് പുറത്തേക്ക് രണ്ട് ഭാഗങ്ങളിലായി മാറി നിൽക്കാൻ പറഞ്ഞ് അതിനിടയിലൂടെ എല്ലാവർക്കും കാണാനുള്ള അവസരമൊരുക്കിക്കൊണ്ടാണ് ഇപ്പോൾ സഖാവ് പുഷ്പന്റെ അന്ത്യയാത്ര രണ്ട് ഭാഗങ്ങളിലുമായി നിരന്നു നിൽക്കുന്ന ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകരുടെ അന്ത്യാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മരണമില്ല എന്നുള്ള മുദ്രാവാക്യങ്ങൾക്ക് നടുവിലൂടെയാണ് ഇപ്പോൾ സഖാവ് പുഷ്പന്റെ മൃതദേഹം ഇപ്പോൾ തലശ്ശേരി ടൗൺ ഹാളിന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നും അല്പസമയത്തിനകം തന്നെ വിലാപയാത്ര ആരംഭിക്കും. ഈ വിലാപയാത്ര ഇനി കൂത്തുപറമ്പിന്റെ മണ്ണിലേക്കാണ് പോകുന്നത്. ഉജ്ജ്വലമായ കമ്മ്യൂണിസ്റ്റ് പോരാട്ടത്തിന്റെ ചരിത്രമുള്ള പുഷ്പൻ ഉൾപ്പെടെ ധീരരായിട്ടുള്ള 6 സഖാക്കൾ വെടിയേറ്റു വീണ കൂത്തുപറമ്പിന്റെ മണ്ണിലേക്കാണ് പുഷ്പനെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ഈ വിലാപയാത്ര ഇനി പോകുന്നത്. അവിടെ പൊതുദർശനത്തിനും അവിടെയും കൂത്തുപറമ്പ് രക്തസാക്ഷി മണ്ഡപത്തിന് സമീപം വാഹനം നിർത്തി അവിടെയുള്ളവർക്ക് അഭിവാദ്യം അർപ്പിക്കാനുള്ള അവസരം ഒരുക്കും. പിന്നീടായിരിക്കും അവിടെ നിന്ന് പാനൂരിലേക്ക് കൊണ്ടുപോകുന്നത്. പാനൂരിന് ശേഷം ചൊക്ലിയിലേക്ക്, രാമവിലാസം സ്കൂളിലേക്ക് പൊതുദർശനത്തിനായി കൊണ്ടുപോകും. അവിടെ ആയിരക്കണക്കിന് CPIM-ന്റെ പ്രവർത്തകർ, ആയിരക്കണക്കിന് നാട്ടുകാർ അവിടെ ചൊക്ലി രാമവിലാസം സ്കൂളിലും ഇപ്പോൾ പുഷ്പനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിനായി അവിടെയും തടിച്ചുകൂടിയിട്ടുണ്ട്. മൃതദേഹം CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജനും അതോടൊപ്പം തന്നെ A റഹീം MPയും അതോടൊപ്പം തന്നെ CPM-ന്റെ മറ്റ് നേതാക്കന്മാരുമെല്ലാം ചേർന്നാണ് ഇപ്പോൾ ഈ ഒരു ടൗൺ ഹാളിന് പുറത്തേക്ക് ഇപ്പോൾ മൃതദേഹം എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളിലൂടെയാണ് ഈ ഒരു സഖാവ് പുഷ്പന് ജനതതി വിട നൽകുകയാണ്. കണ്ണൂർ തലശ്ശേരി ടൗൺ ഹാളിൽ പൊതുദർശനത്തിൽ ആയിരങ്ങളാണ് ഇനിയും അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ബാക്കിയുള്ളത്. പക്ഷേ സമയബന്ധിതമായി തന്നെ പൊതുദർശനം പൂർത്തിയാക്കേണ്ടതുണ്ട്. 5 മണിക്ക് ചുക്ലിയിലും പിന്നീട് അതിനുശേഷം വസതിയിലേക്കും കൊണ്ടുപോകേണ്ടതുണ്ട്. അതിനാൽ തലശ്ശേരി ടൗൺ ഹാളിൽ നിന്ന് പൊതുദർശനം പൂർത്തിയാക്കി സഖാക്കളുടെ, പൊതുപ്രവർത്തകരുടെ, സാധാരണക്കാരുടെയൊക്കെ ആദരവ് നിറഞ്ഞ മുദ്രാവാക്യം, വിപ്ലവാവേശം നിറഞ്ഞ മുദ്രാവാക്യത്തിൻ്റെ അകമ്പടിയിൽ